കർക്കിടക കഞ്ഞി ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് കേട്ടോ. ഇത് ഷുഗറുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരേ കുക്കറിൽ തന്നെ എങ്ങനെ ഷുഗറുകാർക്കും അല്ലാത്തവർക്കും കർക്കിടക കഞ്ഞി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് വീഡിയോ മുഴുവനായിട്ട് കാണണേ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പം മഴക്കാലം എന്ന് പറഞ്ഞാൽ ആ സമയമാണ് നമ്മളെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറയണ സമയം. അതായത് പ്രത്യേകിച്ച് കർക്കിടക മാസം അടച്ചു പിടിച്ച മഴയല്ലേ. അപ്പം നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പലതും കഴിച്ചു കൊടുക്കും. കർക്കിടക കഞ്ഞി, കർക്കിടക മരുന്നുണ്ട, തേച്ചുകുളി എല്ലാം വളരെ പ്രാധാന്യം കേട്ടോ. ഞാനിന്നൊരു കർക്കിടക കഞ്ഞീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ ഞാനിതാ കർക്കിടക കഞ്ഞി കിറ്റാണ് വാങ്ങിയത്. ഇത് 700 ഗ്രാം ഉണ്ട്. 210 രൂപയാണ് ഇതിൻ്റെ വില. നമുക്കിനി ഒന്ന് പാക്കറ്റ് പൊളിച്ച് നോക്കാം കേട്ടോ. ഇത് അതിൻ്റെ മരുന്നുകളാണ്, മേമ്പൊടി ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇതാ പാക്കറ്റിൽ നമ്മുടെ ധാന്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ചെറുധാന്യങ്ങളും വലിയ ധാന്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഇത് ഷുഗറുകാർക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. നവരരിയാണ് ഇതിലുള്ളത്. പിന്നെ ബാക്കി ഒരുപാട് ധാന്യങ്ങളുണ്ട്. അതിൻ്റെ പേര് ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ പേരും ഒന്ന് പറഞ്ഞു തരാം, നമുക്ക് നോക്കാം. ഇതാ തിനയരി, ചാമയരി, ബജ്റ, വരക്, പനിവരക്, മണിച്ചോളം, മുത്താറി എന്നിങ്ങനെ ചെറുധാന്യങ്ങളത് കേട്ടോ, മില്ലറ്റ്സ്. പിന്നെ അല്ലാത്ത ധാന്യങ്ങൾ ഏതെല്ലാം? ഉണങ്ങലരി, ഗോതമ്പ്, മുതിര, ചെറുപയർ, നവരയരി, വൻപയർ, ഉഴുന്ന്, ഉലുവ, കടലപ്പരിപ്പ്. അന്ന് വലിയ ധാന്യങ്ങളത് കേട്ടോ. 9 തരം വലിയ ധാന്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ചുക്ക്, കുരുമുളക്, വാൽമുളക്, ജാതിക്ക, ജാതിപത്രി, ഗ്രാമ്പു, ജീരകം, അയമോദകം, അമുക്കുരം, ഏലം, ഞെരിഞ്ഞിൽ, വയമ്പ്, മല്ലി, തഴുതാമ, കുറുന്തോട്ടി, ഇരട്ടിമധുരം, രാമച്ചം, നിലപ്പന, തിപ്പല്ലി, കരിഞ്ചീരകം, പെരുംജീരകം എന്നിങ്ങനെ 21 ഔഷധങ്ങളുടെ ഒരു പൊടിയുണ്ട് കേട്ടോ ഇതിൽ ചേർക്കാൻ. ഇത്രയും ഔഷധമൊക്കെ നമുക്ക് തേടി പിടിച്ചെടുക്കാൻ പ്രയാസം. അപ്പോൾ ഇത് ഇവർ പാക്കറ്റായിട്ട് തരുന്നതുകൊണ്ട് വളരെ ഈസി. നമുക്ക് 700 ഗ്രാമിന് 210 രൂപ. അപ്പം ഞാൻ അഡീഷണലായിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1 പിടി ചെറുപയർ, 1.5 പിടി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളതാണ്. ഇത് വൻപയർ ഞങ്ങളിവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കയറി കാണും. ഇത് കടല. അപ്പോൾ ഇത്രയും ധാന്യങ്ങളാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ അതൊക്കെ എടുത്ത്, അപ്പം നിങ്ങളതിൽ കൂടുതലുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം. എന്തിനാ അറിയാം, ഇത് മാത്രം ഇട്ടുണ്ടാക്കിയാൽ നമുക്ക് തികയൂല. നമ്മളിപ്പോൾ ഞാനൊരു 5-6 ആൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. 7 ദിവസം തുടർച്ചയായി ഇത് കഴിക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി 4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചതാണ് ഞാൻ. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതാ കുറച്ച് മുതിര എടുത്തിട്ട് അതും കഴുകി മാറ്റി വെക്കണം കുതിരാൻ. പിന്നെ നമ്മൾ എടുത്തു വെച്ച 1.5 ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ടല്ലോ, അതിലേക്കിതാ ഞാൻ ഈ വാങ്ങി വെച്ച കർക്കിടക കിറ്റിന്ന് ധാന്യങ്ങൾ, ചെറുധാന്യങ്ങളും പയറും എല്ലാം ചേർന്ന് അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഉലുവേൻ്റെ കൂടെ ഇടുക. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറുതല്ല. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി ഇതും വേണം നമ്മൾ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. മറ്റേത് എടുക്കുമ്പോൾ എടുത്താൽ മതിയല്ലോ ഇത് നമുക്ക്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വെക്കട്ടെ കേട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അല്ല, നിങ്ങൾ തലേ ദിവസം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. തലേ ദിവസം ഇട്ട് വെച്ച് രാവിലെ വേവിക്കാൻ എടുത്താൽ മതി. അപ്പോൾ ഇതാ കടലയെല്ലാം നല്ലോണം സോക്കായി. ഞാൻ കറക്റ്റ് 4 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം കഴുകി അരിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ. ചിലപ്പം കല്ലൊക്കെ ഉണ്ടാവും, സാധ്യതയുണ്ട്. പണ്ടെല്ലാം മുതിരയിലൊക്കെ നല്ലോണം കല്ലുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കല്ല് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അത്ഭുതം തന്നെ. പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് കുക്കർ അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും അടുപ്പിക്കുക. എന്നിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ടുണ്ട് കേട്ടോ.
അധികം വെള്ളം വെച്ചാൽ എന്താ പറയുക, ചെറിയ ചെറിയ മില്ലറ്റ്സൊക്കെ നോസിൽസ് വന്ന് ബ്ലോക്ക് ആകുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളിത് കലത്തിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം. ഞാൻ പിന്നെ ഒരു എളുപ്പത്തിന് കുക്കറിൽ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതാ വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ വേവിക്കണം. അപ്പോഴത്തേക്ക് ഇതാ 2 ആണി ശർക്കര പൊടിച്ച് മാറ്റി വെക്കാനാണ്. കുറച്ച് ഉപ്പിടുക അടുപ്പത്ത് കേട്ടോ, വളരെ കുറച്ച് മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ 1 മുറി നാളികേരം ചിരകിയതാണ്, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നാളികേര പാലൊന്നല്ല ഒഴിക്കുന്നത് കേട്ടോ. എന്താ പറയുക, തേങ്ങയിലുള്ള ഫൈബർ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മുഴുവനോടെ ഇട്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. തേങ്ങാപ്പാലാണെങ്കിൽ അധികം തിളക്കരുത് എന്നല്ലേ പറയുക, പക്ഷേ ഇത് തിളയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് കുറച്ച് കോരി മാറ്റണം. നമ്മൾ 2 കൂട്ടർക്ക് ഒരുമിച്ച് വെച്ചതല്ല, അതായത് ഷുഗറുകാർക്കും അല്ലാത്തവർക്ക്. അപ്പോൾ ഇത് ഷുഗർ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മാറ്റി വെക്കുക. ഞാൻ കുറച്ച് സാമ്പിളിനെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിലർക്ക് മധുരമൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവും ഇത് കേട്ടോ, അങ്ങനത്തെ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളതിലേക്ക് ഇതാ 2 ആണി ശർക്കര നമ്മൾ കുത്തിപ്പൊട്ടിച്ച് വെച്ചല്ലേ, അങ്ങനെ ചെയ്താൽ വേഗം ഉരുകും ശർക്കര കേട്ടോ. എന്നിട്ടൊരു തിളച്ചാൽ ശർക്കരയൊക്കെ ഉരുകി കിട്ടും നമുക്ക്. അപ്പോൾ ഈ എടുത്ത് മാറ്റി വെച്ചില്ലേ നമ്മൾ ഷുഗറുകാർക്ക്, അതിലേക്ക് ഇതാ 1/2 ടീസ്പൂണ് നമ്മളെ മേമ്പൊടി ചേർക്കുക. കുറേ മരുന്നുകൾ 21 മരുന്നുകളുടെ ഒരു പൊടീൻ്റെ പാക്കറ്റില്ല, ആ പാക്കറ്റിൽ നിന്ന് 1/2 ടീസ്പൂൺ ഞാനിത് ചേർത്തുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബാക്കിയുള്ളതിലേക്ക് 1 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. അത് കൂടുതലല്ല അതുകൊണ്ട്. എന്നിട്ട് സ്റ്റവ് അങ്ങ് ഓഫാക്കുക കേട്ടോ. മരുന്ന് പൊടി ഇട്ടാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റവ് ഓഫാക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇത് കഴിച്ചാൽ നമുക്ക് 1 വർഷത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി കിട്ടും. ഒരു ദിവസമല്ല 7 ദിവസം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുക. ഇനി അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാം നിങ്ങൾക്ക് കേട്ടോ, ഏത് നേരം വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ഇത് മധുരമുള്ളത് കേട്ടോ. അങ്ങനെ 2 പ്ലേറ്റിലാക്കി സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കർക്കിടകത്ത് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. ഇങ്ങനെ കിറ്റ് വാങ്ങിയാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.